കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി കുളി കഴിഞ്ഞ് ഭക്തിയോടുകൂടി തന്നെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിക്കുന്നു. അവൾ ഭക്തിഗാനം പാടുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും അറിയാതെ തന്നെ വന്ന് അവിടെ നിന്ന് കൈകൂപ്പി നിന്ന് പോവാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ആ നിലവിളക്ക് ഉമ്മറത്തേക്ക് എടുത്തു വെക്കുമ്പോൾ സുധീഷ് അരികിൽ നിന്ന് ഹരീഷിനെ ഒന്ന് തോണ്ടിക്കൊണ്ട് കണ്ടോടാ എന്ന മട്ടിലങ്ങ് നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഭാസ്കരൻ സൈക്കിളിൽ പാട്ടുപാടി അങ്ങോട്ടേക്ക് വരുന്നത്. മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ വീടിൻ്റെ ആ ഐശ്വര്യം കണ്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആഹാ, ഒരു പെണ്ണ് വന്ന് കയറിയതിൻ്റെ ഗുണം വീടാകെ വന്നിട്ടുണ്ടല്ലോ എന്ന്. കയ്യിലിരുന്ന ബീഡിക്കുറ്റി താഴെയിട്ട് ചവിട്ടാൻ പോയെങ്കിലും പെട്ടെന്ന് തന്നെ വിളക്ക് കണ്ടപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് ദൂരത്തേക്ക് എറിയുന്നുണ്ട് അദ്ദേഹം. സന്തോഷത്തോടെ തലയിലെ കെട്ടുമഴിച്ച് ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ കത്തി നിൽക്കുന്ന വിളക്ക് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ ചെരുപ്പൊക്കെ ഒരു വശത്തേക്ക് അങ്ങ് മാറ്റിവെച്ചതിന് ശേഷം ഭക്തിയോടുകൂടെ തന്നെ അകത്തേക്ക് കയറി വന്നു. പിന്നീട് സുധീഷ് ഉമ്മറത്തേക്കിരുന്ന് ഫോണിൽ നോക്കുമ്പോൾ സുഭാഷ് ഒരു ബക്കറ്റ് തുണിയുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ചേട്ടാ, അലക്കാൻ പോവാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അല്ലടാ, നനച്ച് വെക്കാമെന്ന് കരുതിയെന്ന് പറയും. അലക്കലൊക്കെ പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് മുറ്റത്ത് പണി തുടങ്ങി. ഇത് കണ്ടുവരുന്ന നിധി സുധീഷിനോട് ചോദിക്കാണ്, അതെ, ഈ വീട്ടിലെ പണികളെല്ലാം തന്നെ നിങ്ങളുടെ ചേട്ടൻ തന്നെയാണോ ചെയ്യുന്നത് എന്ന്. അതേ എന്ന് സുധീഷ് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. നിങ്ങളുടെ എല്ലാം തുണി അലക്കുന്നതും ചേട്ടനാണോ എന്ന് നിധി അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ അതൊക്കെ പണ്ടേ അങ്ങനെ തന്നെയാണ് എൻ്റെ എന്ന് സുധീഷ് തിരിച്ചു ചോദിച്ചു. നിങ്ങൾക്കൊന്നും നാണമില്ലേ എന്ന് നിധി കടുപ്പിച്ച് ചോദിക്കുമ്പോൾ ഇതിലിപ്പോൾ നാണിക്കാൻ എന്താ ഉള്ളത് എന്ന മട്ടിലായി സുധീഷിൻ്റെ ചോദ്യം. കഷ്ടം തന്നെ, പാവം സുഭാഷേട്ടൻ അലക്കണം, തുടക്കണം, പാചകം ചെയ്യണം, ഇതിനിടയിൽ സ്വന്തം ജോലിക്ക് പോകണം, പോരാത്തതിന് വലിയ പ്രോജക്റ്റുകളുടെ സൂപ്പർവൈസറല്ലേ അദ്ദേഹം എന്ന് നിധി പറയുന്നത് കേട്ട് സുധീഷ് ഒന്ന് പതറി നിൽക്കുന്നുണ്ട്. നിധി സംശയത്തോട് ചോദിച്ചു, അതെ, സൂപ്പർവൈസർ തന്നെയല്ലേ? അതെ എന്ന് സുധീഷ് തട്ടിവിട്ടു. അങ്ങനെയുള്ള ഒരാളെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? സ്വന്തം തുണിയെങ്കിലും നിങ്ങൾ കലക്കിക്കൂടെ എന്ന് നിധി ചോദിക്കുമ്പോൾ അതൊക്കെ നോക്കാം, ചേട്ടൻ ചെയ്താലും ഞാൻ ചെയ്താലും ഒരുപോലെ തന്നെയല്ലേ, ഞാനൊന്ന് കോൾ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഒരു ഫോൺ വരുന്നത് പോലെ ഹലോ വയ്ക്കുന്ന സംസാരിച്ചു കൊണ്ട് തന്നെ സുധീഷ് അവിടെ നിന്നും മുങ്ങാണ്. പിന്നീട് സുഭാഷ് മുറ്റമടിക്കുമ്പോൾ സുധീഷ് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കഴിക്കാനുള്ളത് എന്ന്. ദോശയാണെന്ന് കേട്ടപ്പോൾ ഇന്നും ദോശ തന്നെയുള്ളൂ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധീഷ് പരാതി നൽകി. സുഭാഷ് ഉടനെ തന്നെ അവനെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്താണ് അവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ നിധി അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താ, റൂമിൻ്റെ കാര്യമാണെന്ന് കരുതി സുഭാഷ് സംസാരിക്കുമ്പോൾ അതല്ല, എനിക്കൊരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് നിധി. സുഭാഷേട്ടൻ ആർക്കിടെക്റ്റ് അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പെട്ടെന്ന് തന്നെ അതെ അതെ, പക്ഷേ ഇയാളെപ്പോലെ വലിയ എഞ്ചിനീയർ പഠിപ്പുകൾ ആർക്കിടെക്റ്റ് ഒന്നുമല്ല എന്ന് പറയും. അങ്ങനെ എന്തൊക്കെയോ സുഭാഷ് നിധിയോട് ഇങ്ങനെ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. സുഭാഷ് പണിക്കാരെ വെച്ച് സൈറ്റിൽ പണിയെടുപ്പിക്കുന്ന കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ സുധീഷ് അത് മാറ്റി പറഞ്ഞ് സൂപ്പർവൈസറാണെന്നും ഇടയ്ക്കൊക്കെ ഡിസൈൻ വരക്കുമെന്നും നിധിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എങ്കിൽ എന്നെയും കൂട്ടാമോ എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോവാണ്. സൈറ്റിലൊന്നും പെൺകുട്ടികൾ വരുന്നത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അത് തടഞ്ഞു. ഒടുവിൽ വീണ്ടും നിധി നിർബന്ധിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണമെന്നൊക്കെ പറയുന്നതോടുകൂടെ തന്നെ അതിന് സമ്മതിക്കാണ് സുഭാഷ്. അങ്ങനെ നിധി സന്തോഷത്തോടെ സമാധാനത്തോടെ അകത്തേക്ക് അങ്ങ് പോകുന്നതോടുകൂടെ തന്നെ സുഭാഷിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരെയാണ്. സുധീഷിനെ ചൂലെടുത്ത് അടിക്കാനോകുന്നു. എടാ, നീ എന്നെ വലിച്ചു കീറി ഒട്ടിക്കുമല്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുഭാഷ് ആക്രോശിച്ചുകൊണ്ടായിരിക്കട്ടെ സുധീഷിൻ്റെ പുറകെ ഓടുന്നത്. പിന്നീട് കാണിക്കുന്നത് സന്ധ്യാസമയത്ത് ആരുമില്ലാത്ത സമയത്ത് നിധി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് ഭാസ്കരൻ സൈക്കിളിൽ വരുന്നത്. അദ്ദേഹം ഉമ്മറത്ത് നിധിയെ കണ്ട് ബീഡി പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് നേരെ അകത്തേക്ക് കയറി വന്നു. ഇവിടെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് നിധി പറഞ്ഞു. ഇത്രയും വലിയ വീട്ടിൽ നിന്നെ ഒറ്റക്കാക്കിയിട്ട് ആ പിള്ളേരിത് എവിടെ പോയി എന്ന് പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് ആ ഒരു വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ ഒഴിച്ചൊന്നും കുടിക്കാതെ ജഗ്ഗോടുകൂടെ കമഴ്ത്തി കുടിക്കുന്നത് കാണുന്ന സമയത്തിന് നിധിക്ക് വല്ലാത്ത അറപ്പ് തോന്നും. പിന്നീട് അരയിൽ നിന്ന് ഒരു കുപ്പിയും ഗ്ലാസും എടുത്ത് നിധിയുടെ മുന്നിൽ തന്നെ നിലത്തിരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് അച്ചാറും കൂട്ടിക്കൊണ്ട് തന്നെ പാട്ടുപാടി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് അങ്ങ് പോകുന്നത്. നിധി ടോർച്ചുമായി വന്നപ്പോൾ ഡിസ്റ്റർബ് ചെയ്യല്ലേ, മുഖത്തേക്ക് അടിക്കല്ലേ എന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. പിന്നീട് നിലവിളക്ക് തെളിയിക്കാൻ തീപ്പെട്ടി തിരിഞ്ഞ നിധിയോട് ലൈറ്റർ മതിയോ എന്ന് അദ്ദേഹം ചോദിച്ചു. അന്നേരം ലൈറ്റർ കൊണ്ട് നിലവിളക്ക് കത്തിക്കാൻ പറ്റുമോ എന്ന് നിധി ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ എഴുന്നേറ്റ് പോയി ലൈറ്റർ വെച്ച് തന്നെ ആ ഒരു നിലവിളക്ക് തെളിയിച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രകാശമേ നയിച്ചാലും എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ കസേര അങ്ങ് തട്ടി വീഴാൻ പോയെങ്കിലും ഭാസ്കരൻ ഈസ് ഓൾവേസ് സ്റ്റഡി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, ഇരിക്കും മോളെ എന്ന്, വലിയ പഠിപ്പുള്ള കുട്ടിയല്ലേ, ഞാൻ വെറും വേസ്റ്റ് എന്ന് പറഞ്ഞ് ഭാസ്കരൻ്റെ മുന്നിൽ നിധിമല്ലേ ഇരിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, ഇരിക്കും മോളെ, ഭാസ്കരൻ വെറും വേസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം നിധിയെ നിർബന്ധിച്ച് അവിടെ എങ്ങനെ പിടിച്ചിരുത്തുന്നുണ്ട്. നീ വലിയ പഠിപ്പുള്ള പെൺകുട്ടിയല്ലേ, ഭാസ്കരൻ വെറും വേസ്റ്റ് എന്നൊക്കെ പറയും.
പിന്നീട് ഭാസ്കരൻ ഇങ്ങനെ വായ തോരാതെ നിധിയോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാറ്റ് കിട്ടണമെങ്കിൽ ജനലൊക്കെ തുറന്നിടണമെന്നും അപ്പോഴേക്കും കൂടെ തന്നെ കൊതുകുകടി കൊള്ളണമെന്നും, എന്നാൽ ജനൽ അടച്ചു കിട്ടാൻ കാറ്റ് കിട്ടില്ല എന്നും അതോടുകൂടെ തന്നെ കൊതുകടിയില്ല, രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല എന്ന രീതിയിൽ ഇങ്ങനെ എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭാസ്കരൻ. ജീവിതം ഇങ്ങനെയാണ്, ഒന്ന് നേടിയെടുക്കുമ്പോൾ മറ്റൊന്ന് സഹിക്കേണ്ടി വരുമെന്നൊക്കെ വലിയ തത്വമയകൾ പറഞ്ഞു കൊടുക്കുകയാണ് നിധിക്ക്. ഈ വീട് ഒരു കൊട്ടാരമാണെന്നും തൻ്റെ 3 തലമുറ ഇവിടെയാണ് ജനിച്ചത് എന്നും അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. കൂടെയുള്ള മക്കളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഫീലിംഗ്സ് ആർ മ്യൂച്വൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ട് നിധി അത്ഭുതപ്പെട്ടപ്പോൾ എനിക്ക് 6 ഭാഷ അറിയാമെന്നും ഇന്ത്യ മുഴുവൻ താൻ വണ്ടി ഓടിച്ചതാണെന്നും അദ്ദേഹം വീമ്പ് പറഞ്ഞു. പിന്നീട് തൻ്റെ വീട്ടിലെ തങ്കം പോലെയുള്ള പെണ്ണിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അങ്ങ് പൊട്ടിക്കരയാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേര് വരുമെന്ന ആ ഒരു പാട്ടും പാടിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സങ്കടം സഹിക്കാനാവാതെ വീണ്ടും വീണ്ടും മദ്യപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ചുകൊണ്ട് തന്നെ നിധി മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അങ്ങോട്ടേക്ക് സുധീഷും നികേഷും വരുന്നുണ്ട്. അകത്തെന്താ പുകിലെന്ന് നികേഷ് ചോദിക്കുമ്പോൾ അച്ഛൻ കരയുകയാണെന്നും അമ്മയെക്കുറിച്ച് പറഞ്ഞെന്നും നിധി പറഞ്ഞു. അമ്മ തങ്കം പോലെ ഒരാളായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് നികേഷ് അമ്പരപ്പോടെ നോക്കുന്നു. അകത്തെത്തിയ സുധീഷ് ഭാസ്കരനെ വഴക്ക് പറയാണ്. നിങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് ഇരുന്നൂടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഭാസ്കരൻ പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ തെറി വിളിച്ചോ, പക്ഷേ എൻ്റെ പാട്ടിനെ പറയരുത് എന്ന് ഭാസ്കരൻ തിരിച്ചടിച്ചു. സ്വർഗത്തിൽ പോലും സോമരസം കുടിക്കുന്നവരുണ്ട് എന്ന് ഭാസ്കരൻ തർക്കിക്കുമ്പോൾ, എന്നാൽ നിങ്ങളെ അങ്ങോട്ട് തന്നെ അയക്കാമെന്ന് സുധീഷ് ദേഷ്യപ്പെടാണ്. അയ്യോ, നീ ആയിട്ട് എന്നെ കൊല്ലേണ്ട, ഐ ആം ഓൾറെഡി ഇൻ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ ഭാസ്കരൻ മറുപടി നൽകുന്നതോടുകൂടിയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നല്ല സൂപ്പർ കിടിലൻ രംഗങ്ങൾ തന്നെയാണ്. നിധിയുടെ കയ്യിൽ ഫോണുള്ളത് കൊണ്ട് തന്നെ നിധിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തണമെന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നിധി നേരെ സാന്ദ്രേച്ചിയെ വിളിച്ച് പറയുന്നുണ്ട്, സാന്ദ്രേച്ചി, എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടെത്തണമെന്നുണ്ട്, എനിക്ക് എൻ്റെ കരിയർ പടുത്തുയർത്തണം, അതുകൊണ്ട് എനിക്ക് ഏട്ടത്തിയുടെ ഹെൽപ്പ് വേണമെന്ന് പറയുന്ന സമയത്തിന് സാന്ദ്ര ഒന്ന് ഞെട്ടാണ്. എന്ത്, എൻ്റെ ഹെൽപ്പോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്തിന് നിധി പറയുന്നത്, അതെ ഏട്ടത്തി, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ്സും എൻ്റെ ID കാർഡും പ്രൂഫും എല്ലാം തന്നെ എനിക്ക് വേണം, അതെടുത്തു തരാൻ ഏട്ടത്തി എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ സാന്ദ്ര ആകെ പേടിച്ചു പോവാണ്. കാരണം അതെടുത്തു കൊടുത്താൽ താൻ തന്നെയാണ് ചെയ്തത് എന്ന കാര്യമെല്ലാം വീട്ടിലറിയാലോ. അതുകൊണ്ട് തന്നെ നിധിയോട് താൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുമായിരിക്കട്ടെ സാന്ദ്ര. പിന്നീട് കാണിക്കുന്നത് സുനന്ദനായിരിക്കും. സുഭാഷും നിധിയും കൂടി ചേർന്നുകൊണ്ട് തന്നെ അടുക്കളയിൽ ഇങ്ങനെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സുനന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. സുനന്ദ വന്ന് നിധിയോട് ചോദിക്കുന്നുണ്ട്, എന്നെ ഓർമ്മയുണ്ടോ, അന്ന് കല്യാണ റിസപ്ഷന് നിനക്ക് സാരി കൊടുത്തു തന്നത് ഞാനാ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പച്ചിയുടെ മോളാണെന്ന് അറിഞ്ഞപ്പോഴേക്കും നിധിയുടെ മുഖം അങ്ങ് മങ്ങുന്നുണ്ട്. പക്ഷേ സുനന്ദയുടെ സ്വഭാവം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോവാട്ടോ നിധിക്ക്. അങ്ങനെ സുനന്ദയോട് സംസാരിച്ചതിന് ശേഷം നിധി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തിന് സുധീഷ് അവളെ കാണും. എന്നിട്ട് സുഭാഷും സുനന്ദയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിന് സുധീഷ് അതിങ്ങനെ നിധിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ നടക്കുന്നത് പ്രണയസല്ലാപമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധിക്ക് കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് നിധി പൊട്ടിച്ചിരിക്കുകയാണ്. സുനന്ദക്കാണെങ്കിൽ സുഭാഷ് എന്ന് വെച്ചാൽ ജീവനാണ്. പക്ഷേ സുഭാഷിനാണെങ്കിൽ ആ ഒരു ഇഷ്ടം അംഗീകരിക്കാനോ തൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളോട് എസ് പറയാനോ പറ്റാത്ത സാഹചര്യമായിരിക്കും. ഇനി നാളത്തേത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. അത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നാളത്തെ എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.